നിയമസഭയുമായി ആശയവിനിമയം വേണം ഈ കാര്യവുമായി. അതോടൊപ്പം തന്നെ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്നുകൂടി ഇപ്പോൾ സുപ്രീം കോടതി ഈ വിധി പ്രസ്താവത്തിലൂടെ വായിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 200-ന്റെ ഘടനയും ഗവർണർക്കുള്ള ഓപ്ഷനുകളും തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നുണ്ട്. ഈ ബില്ലുകൾ പിടിച്ചുവെക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു സുപ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് വീണ്ടും ഉണ്ടാകുന്നുണ്ട്. സുപ്രീം കോടതിയുടെ ആദ്യ തവണത്തെ വിധിയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയായിരുന്നു. ബില്ലുകൾ തടഞ്ഞു വെക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കും. അത് ഒരുപക്ഷെ ഗുരുതരമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർ ഒരു തീരുമാനമെടുക്കണം. അതല്ലെങ്കിൽ ആ ബില്ലുകൾ തിരിച്ചയക്കണം. സമാനമായി തന്നെ രാഷ്ട്രപതിയുടെ മുന്നിലെത്തുന്ന ബില്ലുകളിലും നിർദ്ദേശമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ ബില്ല് പിടിച്ചുവെക്കുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങൾ ഉണ്ടാകും. കൃത്യമായ ആശയവിനിമയമില്ലാതെ ബില്ല് പിടിച്ചുവെക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. സുപ്രീം കോടതി വിധി പ്രസ്താവം വായിക്കുകയാണ്. അതിലെ സുപ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. ഗവർണർ പ്രവർത്തിക്കുന്നത് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് ആണെന്ന് കോടതി പറയുന്നുണ്ട്. ബില്ലിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും വിവേചനാധികാരമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി സുപ്രീം കോടതി പറയുന്നുണ്ട്. പ്രധാനമായും ഈ ബില്ലുകൾ പിടിച്ചുവെക്കുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് കോടതി വീണ്ടും ഇപ്പോൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ബില്ലുകൾ പിടിച്ചുവെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് സംസ്ഥാനത്തെ ഭരണത്തെ തന്നെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഗവർണറുടെയും അതോടൊപ്പം തന്നെ രാഷ്ട്രപതിയുടെയും എല്ലാം ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകണം. വിവേചനാധികാരം എന്തൊക്കെയാണെന്ന് ഭരണഘടന പറയുന്നുണ്ട്. ഈ ഭരണഘടന പറയുന്ന വിവേചനാധികാരങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ മാത്രമേ രാഷ്ട്രപതിക്കും അതോടൊപ്പം തന്നെ ഗവർണർക്കും എല്ലാം സാധിക്കുകയുള്ളൂ. അത് മറികടന്നുകൊണ്ട് പോകാൻ സാധിക്കില്ല. അതായത് ഈ ബില്ലുകൾ ദീർഘമായിട്ട് പിടിച്ചുവെക്കാൻ ആർക്കും അധികാരമില്ല. അങ്ങനെ പിടിച്ചുവെക്കുകയാണെങ്കിൽ അത് കോടതിക്ക് ഇടപെടേണ്ടി വരും എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ കഴിഞ്ഞ തവണ ഈ കേസിന്റെ വാദം നടക്കുന്ന സമയത്ത് കോടതി വാക്കാൽ നിരീക്ഷിച്ചിരുന്നു. കാരണം ഇത്തരത്തിൽ പ്രതിസന്ധികൾ ഭരണപ്രതിസന്ധികൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന നടപടികൾ ആരുടെയെങ്കിലുമൊക്കെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ കോടതിക്ക് ഇടപെടേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ ഈ കേസ് പരിഗണിച്ച സമയത്ത് ഭരണഘടനാ ബെഞ്ച് വാക്കാൽ പറഞ്ഞിരുന്നു. അതിന് സമാനമായിട്ടാണ് കോടതിയിൽ നിന്നുണ്ടാകുന്ന ഇപ്പോഴത്തെ വിധി പ്രസ്താവം എന്നാണ് ഇത് കോടതി വിധി കോടതി പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗവർണർ പ്രവർത്തിക്കുന്നത് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് എന്ന് പറയുന്നു. പ്രധാനമായും ഈ ആദ്യ ചോദ്യത്തിനുള്ള ഒരു മറുപടി ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ബില്ലുകൾ അനന്തമായി പിടിച്ചുവെക്കാൻ പാടില്ല എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറയുന്നത്. പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാമത്തേതായിരുന്നു ഈ ആദ്യത്തേത്. കാരണം ഈ ബില്ലുകൾ ഒപ്പിടുന്നതിൽ ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കാൻ ഈ ഗവർണർക്കോ രാഷ്ട്രപതിക്കോ സമയപരിധി നിശ്ചയിക്കാനായിട്ട് സുപ്രീം കോടതിക്ക് അനുവാദമുണ്ടോ എന്നുള്ളതായിരുന്നു രാഷ്ട്രപതിയുടെ 14 ചോദ്യങ്ങളിലെ ആദ്യത്തെ ചോദ്യം. അതിനൊരു ഉത്തരമാണിപ്പോൾ സുപ്രീം കോടതി പറയുന്നത്. ബില്ലുകൾ അനന്തമായി പിടിച്ചുവെക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതി വീണ്ടും ആവർത്തിക്കുകയാണ്. ബില്ലുകൾ പിടിച്ചുവെക്കുന്നത് ശരിയല്ല, അത് തത്വങ്ങൾക്കെതിരാണ് എന്ന് കൃത്യമായി പറയുന്നു. അതോടൊപ്പം തന്നെ ബിൽ പിടിച്ചുവെക്കുന്നത് വ്യത്യസ്ത സാഹചര്യമാണ്. കൃത്യമായ ആശയവിനിമയം ഇല്ലാതെ ബില്ലുകൾ പിടിച്ചുവെക്കരുത്. അതായത് ചർച്ചയിലൂടെ നിയമസഭയുമായി ആശയവിനിമയം വേണം. ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ളൊരു കാര്യം കൂടി സുപ്രീം കോടതി പറയുന്നുണ്ട്. ഗവർണർ പ്രവർത്തിക്കുന്നത് മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചായിരിക്കണം എന്നുള്ളതും കൃത്യമായി പറയുന്നുണ്ട്. ബില്ലിൽ ഗവർണർക്കും രാഷ്ട്രപതിക്കും വിവേചനാധികാരമുണ്ട് എന്ന് പറയുന്നുണ്ട്. വിവേചനാധികാരം എന്തൊക്കെയാണെന്ന് ഭരണഘടന വ്യക്തമാക്കുന്നുണ്ട്. അതനുസരിച്ചായിരിക്കണം രാഷ്ട്രപതിയും ഗവർണറും പ്രവർത്തിക്കണമെന്നതാണ് ആ പറഞ്ഞതിനർത്ഥം. ബില്ലുകൾ അനന്തമായി പിടിച്ചുവെക്കാൻ പാടില്ല എന്നുള്ള തീർപ്പിലേക്കാണ് വിധി പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലേ തൗഫീഖ്? തീർച്ചയായും നേരത്തെ സുപ്രീം കോടതി ഇറക്കിയ ഉത്തരവിൽ നിന്നും മാറ്റങ്ങളില്ലാതെയാണ് നിലവിൽ സുപ്രീം കോടതിയുടെ ഈ വിധി പുറത്തു വരുന്നത്. ബില്ലുകൾ അനന്തമായി പിടിച്ചുവെക്കാൻ പാടില്ല, അത്തരമൊരു അവകാശം ആർക്കുമില്ല എന്ന് കോടതി ആവർത്തിച്ച് പറയുന്നുണ്ട്. മണി ബിൽ അല്ലെങ്കിൽ ബില്ലുകൾ തിരിച്ചയക്കാൻ ഗവർണർക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത ഗവർണർ നിറവേറ്റണം. അനുച്ഛേദം 200 അനുസരിച്ച് ഗവർണർക്ക് വിവേചനാധികാരം ഇല്ല എന്നുകൂടിയുള്ള കാര്യം കോടതി വീണ്ടും ഇപ്പോൾ അതിലൊരു കാരണമില്ലാതെ